ഞാൻ ചില ഭരണവിലാസം യുവജന സംഘടനാ നേതാക്കന്മാരുടെ പത്രസമ്മേളനത്തിനും അവരുടെ അവകാശവാദങ്ങളെയൊന്നും ഗൗരവത്തിലെടുക്കുന്നില്ല. പക്ഷെ എനിക്ക് അവരുടെ പ്രവർത്തകരെ ഓർത്തിട്ട് സാധാവുമുണ്ട്. സമരകാലത്തെ പറ്റി പറയുന്നവരും സമരവീര്യത്തെ പറ്റി പ്രസംഗിച്ചവരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഭരണത്തിന്റെ സുഖലോലുപതക്ക് അടിമകളായിട്ട് മാറിയിരിക്കുകയാണ്. സമരമൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ അലർജിയും പുച്ഛമാണ്. സമരരംഗത്ത് വീഴുന്ന ചോരയോട് അവർക്കിപ്പോ പരിഹാസമാണ്. ഭരണം ആരുടെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നും അല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. നാളെ ഏത് ഭരണം വന്നാലും പോലീസ് ആളുകളുടെ മുഖത്തേക്ക് ഗ്രനേഡ് എറിയുന്നതും തലതല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നതിനും യോജിപ്പില്ലാത്ത യുവജന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. നാളെ ആർക്കും, കാരണം ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് പിന്നീടാണ് ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നത്. ഒരു കാലത്ത് തലയിലടിക്കാതിരിക്കാൻ പരിശീലനം ബെഹ്റയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത കൊടുത്ത ആളുകളാണ്. ഇപ്പൊ തലയും മുഖവും മാത്രം നോക്കി അടിക്കുകയും മുഖത്തേക്ക് ഗ്രനേഡ് എറിഞ്ഞ് പൊട്ടിക്കാനും ശ്രമിക്കുന്ന പോലീസിങ്ങിനെ ഈ സമരകാലം പറയുന്നവർ പിന്തുണക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് അപഹാസ്യമാണ്. അവരുടെ കഴിഞ്ഞകാല സമരങ്ങളിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സാധാരണമുണ്ട് അവരുടെ നേതൃത്വത്തിന്റെ അത്തരം നിലവാരങ്ങളെ പറ്റി. പിന്നെ മൂക്ക് പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഏതെങ്കിലും സൈബർ സഖാവ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു LDF കൺവീനറുടെ സ്ഥാനത്ത് നിന്നിട്ട് മൂക്ക് പൊട്ടിയാൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ജയരാജേട്ടൻ തന്റെ പരിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ എന്തായിരിക്കും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അറിയാൻ എനിക്ക് കൗതുകമുണ്ട്. ഈ നേസൽ ബോൺ ഫ്രാക്ചർ റിഡക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ തടി മീശയൊക്കെ വടിക്കൽ നിർബന്ധമുണ്ടോ എന്നുള്ളത് ആരോഗ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു ENT ഡോക്ടറോട് വിളിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന ആളുകൾക്ക് ഇത് സർജറിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അനസ്തീഷ്യയുടെ ട്യൂബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കാൻ താടി മീശയും തടസ്സമാവോ എന്നുള്ള സംശയം. ഇപ്പോഴത്തെ പുതിയ പിന്നെ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളും ടേപ്പിംഗും ഒക്കെ നടത്താൻ അതൊരു തടസ്സമല്ല, അതിനുള്ള ടെക്നോളജി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ ബന്ധത്തിലും പരിചയത്തിലും ഡോക്ടർമാരായിട്ടും വിവരമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ വന്നിട്ട് സർജറി നടത്തേണ്ടത് എവിടെയാണെന്നും ആരാണെന്നും താടി പിടിക്കണോ മീശ പഠിക്കണോ എന്നൊക്കെ ഡോക്ടറല്ല AKG സെന്ററിൽ നിന്ന് എഴുതി തരണമെന്ന് പറയണോ ഞങ്ങൾ? അപ്പൊ അതൊന്നും അറിയാതെ പറയുന്ന വിഡ്ഢിത്തങ്ങളാണെന്ന് ധരിക്കരുത്. അറിഞ്ഞുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കൊള്ളയെ മറച്ചു വെക്കാനുള്ള അവരുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇത്തരം ക്രിമിനൽ പോലീസുകാരെ ഒരു വശത്ത് പിരിച്ചുവിട്ടു എന്ന് വലിയ അവകാശവാദം ഉന്നയിക്കുക, മറുവശത്ത് അവരെ രഹസ്യമായി റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് CPMന്റെ ഗുണ്ടകൾ എടുക്കുന്ന പണി പോലീസിനകത്തുനിന്ന് എടുക്കാൻ ഏൽപ്പിക്കുക. എന്നിട്ട് അവർ ആ ഗുണ്ടാ പണി ഉപയോഗിച്ചിട്ട് ഞങ്ങളെയൊക്കെ മർദ്ദിച്ചില്ലാതാക്കിയാൽ ഞങ്ങൾ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനോ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതിനോ ഒരു തടസ്സമുണ്ടാവുമെന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ അതുണ്ടാവില്ല. ഞങ്ങൾ ജനപക്ഷത്ത് ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോകും. ജനങ്ങളുടെ വിഷയങ്ങൾ ഇനിയും ഏറ്റെടുക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.